പി ജയരാജൻ്റെ മൈത്രി സദനം എന്ന പേരുള്ള ഒരു വൃദ്ധസദനം. ജയരാജനല്ല അതിൻ്റെ ചുമതല ഇപ്പോൾ എന്ന് പറയുന്നു. അത് മന്ത്രിയായപ്പോൾ മറ്റാർക്കോ കൈമാറിയിരുന്നു എന്ന് ജയരാജൻ പറയുന്നു. പക്ഷേ എന്തായാലും ജയരാജൻ്റെ പേരിലുള്ളതായിരുന്നു. ജയരാജൻ തന്നെയാണ് അതിൻ്റെ തുടക്കവും അതിൻ്റെ നേതൃത്വവും എല്ലാം നൽകിയിരുന്നത് എന്ന് നമുക്കറിയാം. ഇപ്പോൾ അത് പൂട്ടിച്ചിരിക്കുന്നു സർക്കാർ ഇങ്ങനെ പൂട്ടിക്കുമ്പോൾ അതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ടാകും. അതിൻ്റെ അകത്ത് പല കാരണങ്ങൾ പറഞ്ഞാണ് പൂട്ടുന്നത്. അതിന് ഈ പറയുന്ന ഈ ഓർഗനൈസേഷൻ്റെ, അതായത് ഓർഫനേജിൻ്റെ കൺട്രോളൊക്കെ ചെയ്യുന്ന ഒരു ബോഡിയുണ്ട്. ആ ബോഡിയുടെ അംഗീകാരമില്ലായിരുന്നു, പാചകം വൃത്തിഹീനമായിരുന്നു, പാചകം ചെയ്ത ആൾക്ക് ഈ പറയുന്ന ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നു, വൃത്തിഹീനമായ സാഹചര്യമായിരുന്നു. അവിടെ ഉണ്ട് 9 അന്തേവാസികളാണ്. അവരിൽ പലരും രോഗികളായിരുന്നു. ആ രോഗികളെ സൃഷ്ടിച്ചിരുന്നത്, അതായത് ഒന്നേന്നെ ശകലം കട്ട് ചെയ്താൽ മതി. രോഗികളെ ശുശ്രൂഷിച്ചിരുന്നത് ഈ രോഗികളുടെ ബന്ധുക്കൾ തന്നെയായിരുന്നു എന്നുള്ളതൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ വാർത്തകളിൽ അതെല്ലാം വരുന്നുണ്ട്. എന്തായിരിക്കാം പി ജയരാജൻ്റെ ഈ വൃദ്ധസദനം പൂട്ടാനുള്ള ഒരു കാരണം? ഈ പറഞ്ഞ കാരണങ്ങളായിട്ട് തന്നെ നിൽക്കുന്നുണ്ടാവും. പക്ഷേ ആ കാരണങ്ങൾ കൊണ്ട് അത് പൂട്ടാറില്ല, അല്ലെങ്കിൽ പൂട്ടേണ്ടതില്ല. കാരണം നമുക്കറിയാം, എല്ലാ നിയമങ്ങളും പരിപാലിച്ചുകൊണ്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നില്ല. ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ ലൈസൻസും അവരുടെ അനുമതിയും കിട്ടണമെങ്കിൽ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിർവഹിച്ചിരിക്കും. ഒന്ന്, ബന്ധുക്കളുടെ അവിടുത്തെ വൃദ്ധസദനത്തിൽ വരുന്നതായിട്ടുള്ള ആളുകളുടെ ബന്ധുക്കളൊന്നും അവിടെ അവരെ ശുശ്രൂഷിക്കാൻ നിൽക്കാൻ പാടില്ല. അങ്ങനെ ശുശ്രൂഷിക്കേണ്ട അവർക്ക് വീട്ടിൽ കൊണ്ട് ശുശ്രൂഷിച്ചാൽ മതിയല്ലോ. ഇത് ഒരു പ്രത്യേക സംവിധാനമായിട്ട് നിൽക്കുന്ന സമയത്ത് അങ്ങനെ ശുശ്രൂഷിക്കാൻ കൃത്യമായിട്ട് ആളുകൾ വേണം. പാചകക്കാർ കൃത്യമായിട്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നവരായിരിക്കണം. അവർ ആരോഗ്യപരമായും അതേപോലെ തന്നെ ശുചിത്വപരമായിട്ടും ഫിറ്റായിരിക്കണം. ഇതൊക്കെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട ആവശ്യമാണ്. ഇതെല്ലാം വെച്ചിട്ടാണ് സാധാരണ രീതിയിൽ നല്ല ഓർഫനേജുകൾ നടന്നു പോകുന്നത്. അങ്ങനെ അല്ലാതെ നടക്കാം. കാരണം ഈ ഉദ്യോഗസ്ഥന്മാർ കണ്ണടച്ചാൽ ഇത് നടന്നു പോകും. ഒരു വിധത്തിലൊക്കെ നടന്നു പോയാൽ മതി എന്നുള്ള ചില കാഴ്ചപ്പാട് വൃദ്ധസദനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നടന്നു പോകുന്നുണ്ട് പല വൃദ്ധസദനങ്ങളും. ഇവിടെ നമ്മൾ ഈ വിഷയം ചർച്ചക്കെടുക്കുമ്പോൾ ഉള്ള വിഷയം എന്താണ്? ഇതിൻ്റെ നടത്തിപ്പുകാരൻ, ഇതിൻ്റെ തുടക്കക്കാരൻ പി ജയരാജനാണ്. പി ജയരാജനെ എങ്ങനെ ശരിപ്പെടുത്തണം എന്ന് വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ ആസൂത്രണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വാർത്ത കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഭരണത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ, അല്ലെങ്കിൽ പിണറായി സർക്കാർ, പി ജയരാജനെ പൂട്ടാൻ ആഗ്രഹിക്കുന്നു എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. കാരണം ഇനിയിപ്പോൾ ഇലക്ഷനൊക്കെ വരാനായിട്ട് പോവുകയാണ്. ആ വരുന്ന ഇലക്ഷനിൽ പിയെ മത്സരിപ്പിക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ തർക്കങ്ങൾ ഉയർന്നു വരുന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ചർച്ച നടക്കുന്നുണ്ട്. പി വന്നാൽ പി ആണ് ഏറ്റവും സീനിയർ. പിണറായി വിജയന് പകരമായിട്ട് പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി, ഇതിലേതെങ്കിലും ഒന്ന് CPM ലഭിക്കുമല്ലോ എന്തായാലും. അപ്പോൾ ഇത് ആരാണ് എന്ന് തീരുമാനിക്കുമ്പോൾ പി അവിടെ ഇല്ലെങ്കിൽ കുറേ കൂടി എളുപ്പമാണ് കാര്യങ്ങൾ. പിണറായി വിജയന് ഇഷ്ടമുള്ള ആളുകളിലേക്ക്, അത്രമാത്രം സീനിയർ അല്ലാത്തതായിട്ടുള്ള ആളുകളിലേക്ക് വേണമെങ്കിൽ മുഹമ്മദ് റിയാസിലേക്ക് തന്നെ അത് എത്തിക്കാനായിട്ടുള്ള സാധ്യതകൾ അവിടെ കിടക്കുന്നുണ്ട് എന്നാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയനെതിരായി നിൽക്കുന്നതായിട്ടുള്ള ലോബി പുറത്തേക്ക് വരുത്തുന്ന വാർത്തകൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്ന് നമുക്കറിയില്ല. എന്തായാലും നിരവധി വൃദ്ധസദനങ്ങൾ ഈ ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ ഒന്നും ലൈസൻസ് ഇല്ലാതെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അവിടെ ഒന്നുമില്ലാത്ത തരത്തിൽ ഒരു ഇടപെടലും റെയ്ഡും ഒക്കെ നടത്തി എന്തിന് പിയുടെ ഈ മൈത്രി സദനം അല്ലേ, അത് പൂട്ടിച്ചത് എന്തിനാണ് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. എന്തായാലും നമുക്ക് കുറച്ച് നാൾ മുമ്പുണ്ടായ വിവാദങ്ങളെല്ലാം അറിയാം. ആദ്യം ബന്ധു നിയമനമായിരുന്നു. ആദ്യഘട്ടത്തിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ മന്ത്രിയായിരുന്ന പി ജയരാജനെ പുറത്താക്കാനുള്ള പ്രധാന കാരണം ബന്ധു നിയമനമായിരുന്നു. പിന്നെയും ബന്ധു നിയമനങ്ങൾ ഒരുപാട് കേരളത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ മാഷിന് എൻ്റെ ഒരു സംശയമാണ് ചോദിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ ലക്ഷ്യം വെച്ചിരുന്നിരിക്കണം പി ജയരാജൻ വളർന്നു വരാതിരിക്കാൻ. കാരണം അത് കഴിഞ്ഞ് വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പി ജയരാജനെ നിർത്തി പരാജയപ്പെടുത്തിയപ്പോൾ തന്നെ നമുക്ക് ഏതാണ്ടൊരു ബോധ്യം വന്നതാണ്, പാർട്ടിയുടെ നേതൃത്വത്തിലൂടെ പോലും പാർട്ടി ഉന്നതനായി പി ജയരാജൻ കടന്നു വരാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നുണ്ടെങ്കിൽ പി ജയരാജൻ അധികാരത്തിലിരിക്കുമ്പോൾ ഒരു ദുഷ്പേര് ചാർത്തിക്കൊടുത്താൽ പിന്നെ ഉയർന്നു വരാൻ കഴിയില്ല. പി ജയരാജനെ ഒതുക്കാനും വെട്ടാനുമായിട്ടുള്ള എല്ലാ പദ്ധതികളും പാർട്ടിയുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഇല്ലെങ്കിൽ
പിണറായിക്ക് വേണ്ടപ്പെട്ടവരുടെ കയ്യിലുണ്ട്. പക്ഷേ പി ജയരാജന് അങ്ങനെ പോലും ഒതുക്കാൻ കഴിയില്ല. അതിനുമപ്പുറത്ത് പി ജയരാജനപ്പുറത്തേക്ക് പിണറായി വിജയനോട് ചേർന്ന് നിൽക്കുന്ന ആളെന്ന കരുത്തിൽ വളരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് സ്വന്തം ആളിനെ തന്നെ പിണറായി വിജയൻ വെട്ടിയതായിട്ട് ഇതിനെ കാണാൻ കഴിയില്ലേ? അല്ല, പി ജയരാജനെ ഒതുക്കി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം പി ജയരാജന് കണ്ണൂരിൽ പിണറായി വിജയനേക്കാളുമൊക്കെ ജനസ്വാധീനമുണ്ട് എന്ന് പല കാര്യങ്ങളിലൂടെയും തെളിയിക്കപ്പെടുകയും പി ജെ ആർമി എന്ന് പറയുന്ന വലിയ ഒരു സംഘം പ്രവർത്തകർ തന്നെ പി ജയരാജനൊപ്പം നിൽക്കുകയും പാർട്ടിയിൽ ആ വിഭാഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ അഴിമതിക്കാരല്ലാത്തൊരു സംഘമാണ് എന്നുള്ളതാണ്. പണമില്ലാത്തവരാണ്. പി ജയരാജൻ്റെ കുടുംബം എന്നൊക്കെ പറയുന്നത് ദരിദ്രമായ കുടുംബം തന്നെയാണ്. മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന സ്ഥിതിയിലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അടുപ്പം നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള പാർട്ടി പ്രവർത്തകർക്ക് പി ജയരാജനോട്. ഇപ്പോൾ പി ജയരാജൻ്റെ കരുത്തെന്ന് പറഞ്ഞാൽ ഈ ജനകീയ അടിത്തറയാണ്. അതുകൊണ്ട് പി ജയരാജനെ മറ്റേതെങ്കിലും തരത്തിൽ ഒതുക്കി ഇല്ലാതാക്കാനായിട്ടുള്ള ശ്രമം നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുകയും അത് ഒതുക്കപ്പെടുകയും ചെയ്തു. പിന്നെ രണ്ട് ജയരാജന്മാരാണ്, ഒന്ന് പി ജയരാജനും മറ്റേ പി ജയരാജൻ. പി ജയരാജൻ ഇതിൽ വളരെ സീനിയറായ ഒരാളാണ്. അതായത് പാർട്ടിയുടെ പുതിയ സംസ്ഥാന സെക്രട്ടറി ആര് എന്ന് ചോദിച്ചിരുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ കിട്ടിയിരുന്ന കൃത്യമായിട്ട് ഉത്തരം അത് പി അല്ലാതെ മറ്റാര് എന്നായിരുന്നു. പക്ഷേ ആ പിയെ വെട്ടി അതിന് പകരമാണ് ഗോവിന്ദൻ മാസ്റ്റർ അവിടെ എന്ത് ചെയ്യുന്നത്, സെക്രട്ടറി ആയിട്ടൊക്കെ വരുന്നത്. ഇതൊക്കെ പിണറായി വിജയന് താല്പര്യമുള്ളതായ ആളുകളുടെ സാന്നിധ്യമാണ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ പിയും പിണറായിയും ഒരുമിച്ചായിരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യേണ്ടത്? അല്ല, ഇൻഡിഗോ വിമാനത്തിൽ വെച്ച് പിണറായിക്ക് നേരെ പ്രതിഷേധിച്ച ആളെ നേരിടാൻ, കായികമായി നേരിടാൻ ഇറങ്ങി പുറപ്പെട്ട ആളാണ് പി ജയരാജൻ. അത്രയേറെ അത് മാത്രമല്ല, മറ്റ് നിരവധി കാര്യങ്ങളിൽ പിണറായിയുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും മറ്റുമൊക്കെ ചുമതലയേറ്റ പോലെ പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു പി. പക്ഷേ പിയും പിണറായിയും തമ്മിൽ തെറ്റി അങ്ങനെ പിയെ പതുക്കെ പല കാര്യങ്ങളിലും ഒതുക്കാനായിട്ട് ശ്രമം നടത്തുകയും പതുക്കെ ഒതുക്കപ്പെടുകയും പല കാര്യങ്ങളിലും പിക്ക് വലിയ തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്തു എന്ന് നമുക്കറിയാം. കുറച്ചാളം മുമ്പാണ് BJPയുടെ ജാവദേക്കറുമായിട്ടൊക്കെ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള പരാതിയൊക്കെ ഉയർന്നയോ. CPM-നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ക്ഷീണമുണ്ടാക്കുന്നൊരു കാര്യമാണ്. അതെ, അതെ, പാർട്ടിക്കും അതേപോലെ തന്നെ പിക്കും ഒരേപോലെ ചീത്തപ്പേരുണ്ടാക്കിയ സംഭവമാണ്. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ പിക്കെതിരെ. വൈദേഹം റിസോർട്ടിന്റെ കാര്യം, വൈദേഹം റിസോർട്ട് ഈ പറയുന്ന സ്വത്ത് മകന്റെ പേരിലുള്ളതാണ്, അല്ലെങ്കിൽ അതിന്റെ ഷെയറുകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ആക്ഷേപങ്ങളില്ല. അപ്പൊ ഒരു അഴിമതിക്കാരൻ അദ്ദേഹത്തിന്റെ റിസോർട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതൊക്കെ ഇപ്പോൾ ഇങ്ങനെ ചർച്ചകളില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും പിയെ പല ഘട്ടങ്ങളിലും ഇങ്ങനെ പാർട്ടിയുടെ അധികാരത്തിൽ നിന്ന് അകത്തി നിഴലിൽ നിർത്തുന്ന ഒരു സമീപനം എന്ന് പറയുന്നത് ഔദ്യോഗിക പക്ഷത്തിൻ്റെ ഭാഗത്തുണ്ട്, അല്ലെങ്കിൽ പിണറായിയുടെ ഭാഗത്തുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ആ കാഴ്ചപ്പാട്, ആ നിലപാട്, ആ സമീപനം തുടരുന്നു എന്നുള്ളതാണ് പുതിയ വാർത്തയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പിയുടെ ഈ മൈത്രി സദനം എന്ന് പറയുന്നത് CPM-ൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒന്നാണ് ജീവകാരുണ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ മേഖല എന്ന് പറയുന്നത്. അതായത് DYFI മിക്കവാറും എല്ലാ മെഡിക്കൽ കോളേജിലേക്കും വരുന്ന രോഗികൾക്കും രോഗിയുടെ കുട്ടിരിപ്പുകാർക്കും സഹായികൾക്കൊക്കെ പൊതിച്ചോറ് കൊടുക്കുന്ന സംവിധാനം. അതുപോലെ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് സമൂഹത്തെ സംബന്ധിച്ച് വലിയ ആവശ്യമുള്ളതാണ്. ഒട്ടനവധി കിടപ്പ് രോഗികളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ആ കിടപ്പ് രോഗികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പാർട്ടിയുടെ ജീവകാരുണ്യ ഗ്രൂപ്പാണ് ശരിക്കും പാലിയേറ്റീവ് കെയർ. അതിന് സമാനമായിട്ടുള്ള മറ്റൊരു ഗ്രൂപ്പാണ് വൃദ്ധസദനം നടത്തുന്ന പ്രക്രിയയും അതുപോലെ തന്നെ ആ പ്രവർത്തനത്തിൽപ്പെടുന്നതായിട്ടുള്ള ഗ്രൂപ്പുകാരുമൊക്കെ. എന്തുകൊണ്ട് പിയുടെ ഈ മൈത്രി സ്ഥാനം പൂട്ടിച്ചു എന്ന് പറയുന്നത് നാളെ കുറച്ചും കൂടി തീവ്രമായിട്ടുള്ള ചോദ്യമായിട്ട് ഉയർന്നു വരാം. അവിടെയും അധികാര തർക്കമായിരിക്കും ചിലപ്പോൾ പുറത്തേക്ക് വരാതെ നിൽക്കുന്നത്. അത് ചിലപ്പോൾ പുറത്തു വരാം, അല്ലെങ്കിൽ തന്നെ അകത്ത് കെട്ടിറങ്ങാം. എങ്കിലും നമുക്ക് അങ്ങനെ ഒരു അധികാര തർക്കം ഇതിനകത്തില്ല എന്ന് കാണാൻ കഴിയില്ല. പി അല്ല ആരായാലും പിണറായിക്കെതിരാണ് എന്ന് തോന്നലുണ്ടായാൽ അവർക്ക് ഇതേപോലെയുള്ള നിരന്തരമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വരുന്നു.